എലമെന്റുകൾ സെയിം ആയിട്ട് സിമെട്രിക് വരുന്ന സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ആന്റി സിമെട്രിക്. ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം, എല്ലാ ആന്റി സിമെട്രിക് റിലേഷനും എന്താണ്? സിമെട്രിക് ആണ്. പക്ഷെ എല്ലാ സിമെട്രിക്കും എന്തല്ല? ആന്റി സിമെട്രിക് അല്ല. ഒരു സിമെട്രിക്കിനെ ആന്റി സിമെട്രിക് എന്ന് പറയണമെങ്കിൽ അവിടെയുള്ള ഓർഡേർഡ് പെയറിലെ രണ്ട് എലമെന്റുകളും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ക്ലിയർ ആയോ? അപ്പോൾ ആന്റി സിമെട്രിക് എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് നേരത്തെ പറഞ്ഞുള്ള ഐഡന്റിറ്റി റിലേഷൻ ഈസ് ആൾവേസ് ആൻ ആന്റി സിമെട്രിക് റിലേഷൻ. ക്ലിയർ ആയോ? അപ്പോൾ ആന്റി സിമെട്രിക് ആകുന്ന റിലേഷനാണ് ഏത്? ഐഡന്റിറ്റി റിലേഷൻ എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോക്കിക്കോളൂ. R1 ആൻഡ് R2 റിലേഷൻ. R1ഉം R2 രണ്ട് റിലേഷനാണ്. ആൻഡ് R1 ഈസ് എ സബ്സെറ്റ് ഓഫ് R2 ആണ്. R1 ആൻഡ് R2 രണ്ട് റിലേഷൻസ് ആണ്, ടു റിലേഷൻ. R1 സബ്സെറ്റ് ഓഫ് R2 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥം അറിയാം. ഈ R1ലുള്ള എല്ലാ എലമെൻറ്റുകളും എവിടെ ഉണ്ട്? R2 ഉണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പറയാൻ പോണ പോയിന്റാണ് ശ്രദ്ധിക്കേണ്ടത്. R1 റിഫ്ലക്സീവ് ആണെങ്കിൽ R2 എന്തായിരിക്കും? റിഫ്ലക്സീവ് ആയിരിക്കും. അതായത് R1 ആൻഡ് R2 ആർ ടു relation and R1 is subset of R2 ആണ്. R1 is reflexive, then R2 is also reflexive. Clear ആയോ? അടുത്ത കാര്യം, R1 and R2 are reflexive relation. R1 ഉം R2 reflexive relation ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് R1 ഉം R2 reflexive relation ആണെങ്കിൽ R1 or R2 is reflexive relation. And വേണമെന്നില്ല. R1 or R2 reflexive relation, then R1 union R2 is reflexive. ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. R1 or R2 is reflexive, then R1 union R2 is reflexive. അടുത്ത പോയിന്റ് പറയാനുള്ളത് R1 and R2 is reflexive. ശ്രദ്ധിക്കണം, R1ഉം R2ഉം റിഫ്ലക്സീവ് ആണെങ്കിൽ R1 ഇന്റർസെക്ഷൻ R2 is again reflexive. റിസൾട്ടുകൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു പഠിക്കണം. R1 or R2 is reflexive, then R1 union R2 is reflexive. R1 and R2 is reflexive, then R1 intersection R2 is reflexive. ക്ലിയർ ആയോ? ഇനി നമുക്ക് പറയാനുള്ളത് R1 and R2 is symmetric. രണ്ട് റിലേഷനാണ് R1 R2 എന്ന് വിചാരിച്ചോളൂ. ഈ R1 and R2 is symmetric, then R1 inverse means reverse relation. Xൽ നിന്ന് വൈയിലേക്കാണ്, തിരിച്ച് വൈയിൽ നിന്ന് എക്സിലേക്കുള്ള R1 inverse, R2 inverse, അടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ R1 യൂണിയൻ R2, അടുത്തത് R1 ഇന്റർസെക്ഷൻ R2, അടുത്തത് R1 മൈനസ് R2, അടുത്തത് R2 മൈനസ് R1 is again symmetric. വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. R1 ആൻഡ് R2 സിമെട്രിക് ആണെങ്കിൽ, R1ഉം R2ഉം സിമെട്രിക് ആണെങ്കിൽ R1 ഇൻവേഴ്സ് സിമെട്രിക് ആയിരിക്കും, R2 ഇൻവേഴ്സ് സിമെട്രിക് ആയിരിക്കും, R1 യൂണിയൻ R2 സിമെട്രിക് ആയിരിക്കും, R1 ഇന്റർസെക്ഷൻ R2 സിമെട്രിക് ആയിരിക്കും, R1 മൈനസ് R2 സിമെട്രിക് ആയിരിക്കും, R2 മൈനസ് R1 എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. ക്ലിയർ ആയോ? അടുത്ത പോയിന്റ് പറയാനുള്ളത് R1 ആൻഡ് R2 ആർ ട്രാൻസിറ്റീവ് റിലേഷൻ. ശ്രദ്ധിക്കണം, R1 and R2 are transitive relation, then R1 intersection R2 is transitive. R1 intersection R2 എന്തായിരിക്കും? ട്രാൻസിറ്റീവ് ആയിരിക്കും. അതായത് രണ്ട് ട്രാൻസിറ്റീവ് റിലേഷൻ്റെ ഇൻ്റർസെക്ഷൻ വീണ്ടും എന്തായിരിക്കും? ട്രാൻസിറ്റീവ് ആയിരിക്കും. പക്ഷേ R1 യൂണിയൻ R2 നീഡ് നോട്ട് ബി ട്രാൻസിറ്റീവ് ആവണം നിർബന്ധമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട റിസൾട്ടാണ്. രണ്ട് ട്രാൻസിറ്റീവ് റിലേഷൻ്റെ ഇൻ്റർസെക്ഷൻ ഉറപ്പായിട്ടും ട്രാൻസിറ്റീവ് ആയിരിക്കും. പക്ഷേ യൂണിയൻ എന്താവണം എന്നില്ല, ട്രാൻസിറ്റീവ് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അടുത്ത പോയിന്റ് പറയാം. R1 R2 എന്നുള്ളത് രണ്ട് ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് വിചാരിച്ചോളൂ. രണ്ട് ഇക്വാലൻസ് റിലേഷനാണ്. R1ഉം R2 രണ്ട് ഇക്വാലൻറ്റ് റിലേഷനാണ്. ഇങ്ങനെ രണ്ട് ഇക്വാലൻറ്റ് റിലേഷൻ ആണെങ്കിൽ R1 ഇന്റർസെക്ഷൻ R2 വീണ്ടും ഒരു ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കും. അതായത് രണ്ട് ഇക്വാലൻസ് റിലേഷൻ്റെ ഇന്റർസെക്ഷൻ വീണ്ടും എന്തായിരിക്കും? ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ R1 യൂണിയൻ R2 എന്താവണമെന്നില്ല? ഇക്വാലൻസ് റിലേഷൻ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇൻ്റർസെക്ഷൻ നിർബന്ധമായും ഇക്വാലൻറ്റ് റിലേഷൻ ആയിരിക്കും, യൂണിയൻ ഇക്വാലൻറ്റ് റിലേഷൻ ആവണമെന്ന് നിർബന്ധമില്ല, അങ്ങനെ പറയാൻ കഴിയില്ല. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഇവിടുന്ന് നമുക്ക് ഒബ്ജക്റ്റീവ് വേർഷനിൽ നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ ഫങ്ഷൻസിലേക്ക് പോവുകയാണ്. ഫങ്ഷൻസ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ നമുക്കറിയാം എല്ലാ റിലേഷനും ഫംഗ്ഷൻ ആവില്ല എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവണമെങ്കിൽ ഫസ്റ്റ് സെറ്റത്തെ എല്ലാ എലമെൻസും സെക്കൻഡ് സെറ്റിൽ യുണീക്ക് ഇമേജും ഉണ്ടാവുമ്പോഴാണ് ആ റിലേഷൻ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ്റെ എണ്ണം കാണുന്നതിന് ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻ ഫ്രം എ ടു ബി. ശ്രദ്ധിക്കണം, ഫംഗ്ഷൻ്റെ എണ്ണം കാണുന്നതിനുള്ള ഇക്വേഷനാണ് n of b raised to n of a. അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള
ഫംഗ്ഷൻ്റെ എണ്ണം കാണാനുള്ള ഇക്വേഷനാണ് n ഓഫ് ബി റേസ് ടു n ഓഫ് എ. ഇവിടെ n ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി എന്നും n ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ എന്നാണ്. ഇനി നമുക്ക് ഇങ്ങനെയും പറയുവാണെങ്കിൽ എയിലുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണത്തിന് ഞാൻ m എന്നും ബിയിലുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണത്തിന് ഞാൻ n എന്ന് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻ ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ വരുന്നത് n റേസ് ടു m എന്നാണ്. ഓക്കെ, ഇക്വേഷൻ ക്ലിയർ ആയല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻ ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻ ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ n റേസ് ടു m ആണ്. ഇനി ചിലപ്പോൾ നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരാം. റിലേഷനാണ്, ഫംഗ്ഷൻ അല്ല, അതായത് ഫംഗ്ഷൻ അല്ലാത്ത റിലേഷൻ എണ്ണം കാണാൻ പറയാം. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ അല്ലാത്ത റിലേഷൻ എണ്ണം. ഓക്കെ, അതായത് ആർ ഇസ് അല്ലെങ്കിൽ എഫ് ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി, ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ അല്ലാത്ത റിലേഷൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ എത്രയാണ്? 2 റേസ് ടു m ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻ എത്രയാണ്? n റേസ് ടു m ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷന് ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിലേഷനായിട്ട് ഫംഗ്ഷൻ അല്ലാത്തതിൻ്റെ എണ്ണം കിട്ടും. ഓക്കെ, റിലേഷനാണ് പക്ഷേ ഫംഗ്ഷൻ അല്ല. അങ്ങനെ ഫംഗ്ഷൻ അല്ലാത്ത റിലേഷൻ എണ്ണം കാണാനുള്ള ഇക്വേഷനാണത് 2 റേസ് ടു mn മൈനസ് n റേസ് ടു m. വിട്ടുപോയത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്ന് ഫംഗ്ഷൻ എണ്ണം കാണാനുള്ള ഇക്വേഷനാണ്, രണ്ട് ഫംഗ്ഷൻ അല്ലാത്ത റിലേഷൻ്റെ എണ്ണം കാണാനുള്ള ഇക്വേഷനാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം 4 ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലൊന്നാമത്തെ ഫംഗ്ഷനാണ് 1 ഫംഗ്ഷൻ. റെഡി ആണല്ലോ? 1 ഫംഗ്ഷൻ. ഇതിന് വേറൊരു പേരുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻജക്റ്റീവ് എന്നും പറയും. 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് സെറ്റിലെ ഡിഫറെൻറ്റ് എലമെൻറ്റുകളുടെ ഇമേജുകൾ ഡിഫറെൻ്റ് ആവണം എന്നാണ്. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, 1 ഫംഗ്ഷൻ എന്നുള്ളത്. അടുത്തതാണ് മെനി 1 ഫംഗ്ഷൻ. മെനി 1 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 1 അല്ലാത്ത ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് മെനി 1 ഫംഗ്ഷൻ. 1 അല്ലാത്ത ഫംഗ്ഷൻ്റെ പേരാണ് മെനി 1 ഫംഗ്ഷൻ. അടുത്ത ഫംഗ്ഷനാണ് ഓൺ ടു ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന് ഓൺ ടു എന്ന് പറയണമെങ്കിൽ അതിന് വേറൊരു പേരും കൂടിയുണ്ട്, സർജക്റ്റീവ് എന്നും പറയാം. ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ് എന്ന് പറയണമെങ്കിൽ സെക്കൻഡ് സെറ്റിലത്തെ എല്ലാ എലമെൻസിനും ഫസ്റ്റ് സെറ്റിൽ പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് സെറ്റിലത്തെ എല്ലാ ആൾക്കാർക്കും ഫസ്റ്റ് സെറ്റിൽ പ്രീ ഇമേജ് ഉണ്ടെങ്കിലാണ് ഓൺ ടു എന്ന് പറയുക. ഓൺ ടുവിൻ്റെ വേറെ പേരാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് സർജക്റ്റീവ്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഓൺ ടു അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻ ടു ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ 4 ഫംഗ്ഷൻ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്. 1 അല്ലാത്തതിനെ മെനി 1 എന്ന് പറയും. അടുത്തതാണ് ഓൺ ടു അല്ലാത്തതിനെ ഇൻ ടു എന്ന് പറയും. ഇനി ചില ഫംഗ്ഷൻസ് നമുക്കറിയാം 1 ഓൺ ടു കൂടി ആയിരിക്കും, അതായത് ഇൻജക്റ്റീവും സർജക്റ്റീവും കൂടി ആയിരിക്കും. ഇങ്ങനെ ഇൻജക്റ്റീവും സർജക്റ്റീവും കൂടി ആവുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. റെഡി ആണല്ലോ? ബൈജക്റ്റീവ്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് ബൈജക്റ്റീവ് എന്നുള്ളതാണ്. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആവണമെങ്കിൽ അതെന്തൊക്കെ ആയിരിക്കണം? 1 ആയിരിക്കണം, ഓൺ ടു ആയിരിക്കണം, അതായത് ഇൻജക്റ്റീവ് ആയിരിക്കണം, സർജക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് എക്സാം ലെവലിൽ സിമ്പിളായിട്ട് ചോദിക്കുന്ന ഇക്വേഷൻസ് നമുക്കൊന്ന് നോക്കി നോക്കാം. ശ്രദ്ധിച്ചോളൂ. നമുക്ക്